പൊതുവിദ്യാലയങ്ങൾ മാറ്റത്തിന്റെ പാതയിലാണ്. ഒരു സ്കൂളിനകത്ത് കുട്ടിക്ക് എത്രത്തോളം വ്യത്യസ്തമായ പഠനാനുഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലാണ് ഒരു ടീച്ചർ വിജയിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പഠനാനുഭവം കുട്ടിക്ക് സ്കൂളിലുണ്ട് എങ്കിൽ അവരുടെ പഠന നേട്ടങ്ങൾ കൃത്യമായ അളവിൽ അവരിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ സ്കൂളിൽ കേരള വിദ്യാഭ്യാസ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തുടങ്ങിയ ഒട്ടനവധി സംരംഭങ്ങളുടെ ഉദാഹരണങ്ങൾ. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ ഒരു യൂണിറ്റായി പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തന പദ്ധതികളെല്ലാം തന്നെ സ്കൂളിൽ നടത്തുന്നത്. ഓരോ ക്ലാസ്സുകളിലും കുട്ടി നേടേണ്ട പഠന നേട്ടങ്ങളെ കൃത്യമായി അധ്യാപകർ കണ്ടെത്തുകയും ആ പഠന നേട്ടങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ സ്വാഭാവികമായ ഒരു പഠന അനുഭവം കുട്ടിക്ക് സ്കൂൾ അങ്കണത്തിൽ തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എന്റെ കട. എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ വീടുകളിൽ കൃഷി ചെയ്യുന്നവരാണല്ലോ. ആ കൃഷി ചെയ്ത സാധനങ്ങൾ ഒരു നിശ്ചയ സമയത്ത് അവർ സ്കൂളിലേക്ക് കൊണ്ടുവരികയും അവരുടെ കടയിലൂടെ അവർ വിറ്റഴിക്കുകയും ചെയ്യുന്നു. വാങ്ങുന്നത് അധ്യാപകരും നാട്ടുകാരും രക്ഷിതാക്കളും മറ്റു കുട്ടികളുമൊക്കെയാണ്. ഈ കൊണ്ടുവരുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും അവർ വില നിശ്ചയിക്കുന്നു, തൂക്കമുണ്ടായിരിക്കും, ഒക്കെ ചെയ്യുന്നു. അവർ വിറ്റഴിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം അവർ വിറ്റഴിച്ചു എന്നുള്ളത് അവരുടെ എന്റെ കട എന്ന പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തുന്നു. അവർ കൃത്യമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നു. അതായത് കുട്ടി കർഷകർക്ക് ഉള്ള വിപണി കണ്ടെത്തുന്നു സ്കൂൾ കടയിലൂടെ. ഈ വിപണി കണ്ടെത്തുന്നതിലൂടെ 1-ാം ക്ലാസ് മുതൽ കച്ചവടം ചെയ്യുന്ന ഒരു കുട്ടി 7-ാം ക്ലാസ്സിലും കച്ചവടം ചെയ്യുന്ന ഒരു കുട്ടി അവൻ നിത്യജീവിതത്തിൽ ഇവിടെ കുട്ടിക്ക് കിട്ടിയ ലാഭവിഹിതം കുട്ടി എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അതിനും സ്കൂൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ബാങ്ക് ഒരുക്കി കൊടുത്തു. അത് കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്കൂൾ ബാങ്കാണ്. കുട്ടി കർഷകരുടെ ലാഭം മാത്രമല്ല സ്കൂൾ ബാങ്കിലേക്ക് വരുന്നത്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമ്പാദ്യശീലം ഉണ്ടായിരിക്കാം. ആ സമ്പാദ്യശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സ്കൂൾ ബാങ്കിലൂടെയാണ്. അവർക്ക് കിട്ടുന്ന 1, 2, 10, 100 രൂപ അവർ നിശ്ചയ സമയത്ത് സ്കൂൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും പ്രത്യേകം ഫോമുകളുണ്ട്. അത് പൂരിപ്പിക്കേണ്ടതും കുട്ടികൾ തന്നെയാണ്. അവർക്കൊരു പാസ്ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ബുക്ക് ഉണ്ട്, ഒക്കെ അവർ തന്നെയാണ് സൂക്ഷിക്കുന്നത്. മറ്റൊരു പൊതുസ്ഥാപനമാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്കൂൾ പോസ്റ്റ് ഓഫീസ്. കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിച്ചു. ഇപ്പോൾ 2-ാം വർഷവും വിജയകരമായി അത് പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് പോകുന്നു. ഇവിടെയും കുട്ടികൾ തന്നെയാണ് പോസ്റ്റ് ബോയ്, പോസ്റ്റ് ഗേൾ തസ്തികയിൽ ജോലി ചെയ്യുന്നത്. OMR പരീക്ഷയിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. കുട്ടികൾ എഴുതുന്ന കത്തുകൾ സ്കൂളിലേക്ക് വരുന്ന മറ്റെല്ലാ കത്തിടപാടുകളും സ്കൂൾ പോസ്റ്റ് ഓഫീസ് മുഖേന കൈമാറുന്നു. കുട്ടികളുടെ എഴുത്തും വായനയും പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രധാനമായ ലക്ഷ്യമാണ് സ്കൂൾ പോസ്റ്റ് ഓഫീസിനുള്ളത്. അടുത്തത് ഒരു ജുഡീഷ്യൽ സംവിധാനത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സ്കൂൾ കോടതി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈമറി വിദ്യാലയത്തിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നത്. എന്തിനാണ് കോടതി എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. കാരണം വാദപ്രതിവാദം എന്ന് പറയുന്നത് ഭാഷാ പ്രയോഗത്തിന്റെ ഏറ്റവും ഉയർന്ന ശേഷിയാണ്. സംവാദത്തിന്റെയൊക്കെ ഒരു അടിസ്ഥാന രൂപം നമുക്കറിയുന്നതാണല്ലോ. കുട്ടികൾക്കിടയിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവർ തന്നെ അവരുടെ കോടതിയിൽ പരിഹരിക്കുന്നു. അധ്യാപകരുടെ യാതൊരു ഇടപെടലുകളും അവിടെ ഇല്ല. അവർ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വക്കീലന്മാരെ കണ്ട് കേസ് കൊടുക്കുന്നു. ആ കേസ് വാദിക്കുന്നു, സാക്ഷികളെ വിസ്തരിക്കുന്നു, ജഡ്ജ് വിധി പറയുന്നു, കുട്ടികളെ സ്വീകരിക്കുന്നു. ശിക്ഷകളല്ല, മറിച്ച് തിരുത്തലുകളും ബോധ്യപ്പെടുത്തലുകളും മാത്രമാണ് സ്കൂൾ കോടതിയിൽ നടക്കുന്നത്. അവ കൂടാതെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ, പൊതു താല്പര്യ ഹർജികൾ, ഉദാഹരണത്തിന് ബാത്റൂമിൽ ബക്കറ്റില്ല, കപ്പില്ല, മാലിന്യം കുന്നുകൂടി കിടക്കുന്നു, ഇത്തരം ഹർജികൾ സ്കൂൾ കോടതിയിലേക്ക് വരുന്നു. അവർ അതിനെ വേണ്ട രീതിയിൽ അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെപ്പറ്റി ഒരു ചർച്ച കൂടി സ്കൂൾ കോടതിക്കകത്ത് നടക്കുന്നു. നിയമബോധം, തുല്യത, സ്വാതന്ത്ര്യം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനാധിപത്യം എന്നിവയിൽ കുട്ടിക്ക് വിശ്വാസമുണ്ടാവുകയും ആ മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻ ജുഡീഷ്യറിയോട് കുട്ടിക്കൊരു വിശ്വാസമുണ്ടാവുകയും ചെയ്യുന്നു. ഈ കേസ് നടന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കെവിൻ കാർട്ടറുടെ പ്രസിദ്ധമായ
കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വിധി അടുത്ത മാസം 4 മാറ്റിയിരിക്കുന്നു.